വിജയുടെ അവസാന ചിത്രമായ ജനനായകന് സെൻസർ അനുമതി നൽകണമെന്ന് കോടതി. ചിത്രത്തിന് ഉടൻ UA സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡിന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ചിത്രം പുനഃപരിശോധനാ കമ്മിറ്റിക്ക് അയച്ച CBFC ചെയർപേഴ്സണിന്റെ കത്ത് കോടതി റദ്ദാക്കി. ഇത്തരം പരാതികൾ അപകടകരമായ പ്രവണതയ്ക്ക് കാരണമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിധിക്കെതിരെ സെൻസർ ബോർഡ് അപ്പീലിന് പോകും. വിഷ്ണു VS ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിഷ്ണു, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ചിത്രത്തിന് അനുമതി നൽകണമെന്ന് സെൻസർ ബോർഡിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത്? വിജയുടെ അവസാന ചിത്രം എന്ന നിലയിൽ ശ്രദ്ധ നേടിയ ജനനായകനാണ് ഇപ്പോൾ കോടതി അനുമതി നൽകിയിരിക്കുന്നത്. സെൻസർ ബോർഡ് ഈ ചിത്രത്തിന്റെ റിലീസ് അടക്കമുള്ള കാര്യങ്ങൾ തടഞ്ഞു വെച്ചിരുന്നു. മതവികാരം വ്രണപ്പെടുത്തുന്നു, അതുപോലെ സായുധ സേന അംഗങ്ങളെ അപമാനിക്കുന്നു എന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും കാട്ടിയാണ് സെൻസർ ബോർഡ് ചിത്രത്തിന് അനുമതി നൽകാതിരുന്നത്. 10ഓളം കട്ടുകൾ ഈ സിനിമയിൽ വരുത്തണം എന്ന് നിർദ്ദേശിച്ച സെൻസർ ബോർഡ് UA 16+ സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് നൽകിയിരുന്നത്. ഇതിൻ പ്രകാരം സെൻസർ ബോർഡ് പിന്നീട് ഈ സിനിമ റിവൈസിംഗ് കമ്മിറ്റിക്കൊക്കെ വിട്ട് ഇതിന്റെ റിലീസിംഗ് ഡേറ്റ് ഉൾപ്പെടെ മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോഴാണ് സിനിമാ നിർമ്മാതാക്കൾ ഹൈക്കോടതിയായി സമീപിച്ചത്. കോടതി ഇപ്പോൾ അനുകൂലമായ വിധി സിനിമയ്ക്ക് നൽകിയിരിക്കുന്നു. സിനിമ റിലീസ് ചെയ്യാനുള്ള അനുമതി നൽകണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ അനുമതി നൽകാമെന്ന് പറഞ്ഞിട്ട് എന്തിനാണ് റിവൈസിംഗ് കമ്മിറ്റിക്ക് ഉൾപ്പെടെ വിട്ടത് എന്നുള്ള ചോദ്യം കോടതി ആരാഞ്ഞു. മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ കോടതി പരിഗണിക്കുന്ന അപകടകരമായുള്ള കാര്യങ്ങളാണ് എന്ന് തക്ക വിധത്തിലുള്ള നിർദ്ദേശങ്ങളും കോടതി നൽകിയിരുന്നു. പക്ഷേ കോടതിയുടെ ഈ വിധിക്കെതിരെ സെൻസർ ബോർഡ് അപ്പീൽ പോകുന്നു എന്നാണ് പുതിയതായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ വിധി അനുകൂലമല്ല. കാരണം ഇതിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന പല ചിത്രീകരണങ്ങളുമുണ്ട്. മാത്രമല്ല, സായുധ സേനാംഗങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങളുണ്ട്. ഇതൊക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവും ഒക്കെ കാണിച്ചുകൊണ്ടാണ് സെൻസർ ബോർഡ് വീണ്ടും അപ്പീലിന് പോകുന്നത്. 16+ സർട്ടിഫിക്കറ്റ് ആയിരുന്നു നേരത്തെ സെൻസർ ബോർഡ് നൽകിയിരുന്നത്. സിനിമ ആദ്യം ജനുവരി 19-ാം തീയതി സെൻസർ ബോർഡ് കണ്ടപ്പോൾ 10ഓളം കട്ടുകൾ വരുത്തണമെന്നുള്ള നിർദ്ദേശം പരിഗണിച്ച് സിനിമാ അധികൃതർ ഇതിലെ എല്ലാ വിധത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുകയും സിനിമയിൽ 10ഓളം കട്ടുകൾ വരുത്തി സെൻസർ ബോർഡിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടികളും സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരുന്നപ്പോഴാണ് നിർമ്മാതാക്കൾ മദ്രാസ് കോടതിയെ സമീപിക്കുന്നത്. ഇന്നായിരുന്നു സിനിമയുടെ റിലീസ് ഒക്കെ തീരുമാനിച്ചിരുന്നത്. സിനിമയുടെ റിലീസ് സിനിമ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ നിരവധി സിനിമ ആരാധകർ, വിജയ ആരാധകർ വിദേശത്തു നിന്ന് ഉൾപ്പെടെ വന്നുകൊണ്ട് സിനിമ ബുക്ക് ചെയ്യുന്നൊക്കെ സാഹചര്യം ഉണ്ടായി. അപ്പോഴാണ് സിനിമയ്ക്ക് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നത്. ഇതിനെതിരെ രാഷ്ട്രീയ പ്രേരിതമാണ് ഉൾപ്പെടെ ഉള്ള ആരോപണങ്ങൾ മുൻപിൽ വന്നിരുന്നു. കാരണം വിജയുടെ അവസാന സിനിമയാണ്, അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുൻപുള്ള അവസാന സിനിമയാണ് ജനനായകൻ. അതുകൊണ്ട് രാഷ്ട്രീയപരമായി അദ്ദേഹത്തെ ബുദ്ധിമുട്ടിലാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിനെ പ്രതിരോധിക്കുന്നവർ കണ്ടെത്തിയിരിക്കുന്ന മാർഗമാണ് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് അനുമതി നൽകാത്തത് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ വാദങ്ങളൊക്കെ നിലവിൽ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മദ്രാസ് കോടതി അദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഹൈക്കോടതിയിൽ നിന്നാണ് ഇപ്പോൾ വിജയ്ക്ക് അനുകൂലമായ വിധി വന്നിരിക്കുന്നത്.